ആത്മഹത്യക്കൊക്കെ പല പ്രാവശ്യവും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ആ കുഞ്ഞുങ്ങളുടെ ഭാഗ്യം കൊണ്ട് മറ്റേ രക്ഷപ്പെട്ടു വന്നതാണ്. ഇഴജന്തുക്കളൊക്കെ അതിനകത്ത് നിരച്ച് കയറും. കുഞ്ഞുങ്ങളൊക്കെ ഇട്ടെന്നോ അതിനകത്ത് ആളുള്ളപ്പോഴേ അങ്ങനെ ഇഴജന്തുക്കളൊക്കെ കയറും. ഇവിടെ അവന് കൊച്ചിലെ കൊണ്ടുവന്നാണ് ആ പെൺകുട്ടീനെ ഇവിടെ. ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അപ്പോഴതിനൊരു സന്തോഷമായിട്ടാണ് അവളിത് കാണണമെന്നാണ് എനിക്ക് തോന്നണത്. അവൾക്ക് എങ്ങനെയെങ്കിലും ഒരു വീടും 2 സെൻറ്റ് സ്ഥലവും ആരെങ്കിലും മേടിച്ചു കൊടുക്കണേന്നും പറഞ്ഞ് ഞങ്ങൾ ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പം ചില സമയത്തൊക്കെ അവളിരുന്ന് ഇവിടെ നിന്നൊക്കെ കരയണതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായി. ഇങ്ങനെ കൂടി ഒരു റോഡ് വരാൻ എത്ര അപേക്ഷ കൊടുത്തേക്കണം. ദേവൻ എന്ന് പറഞ്ഞാണ് പഞ്ചായത്തുകാരും അവരും ഒക്കെ പോണത്. ഒരുപാട് സംസാരിക്കുകയും ഒരുപാട് ചിരിക്കുകയും ഒപ്പം തന്നെ ഒരുപാട് ചിരിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തികളുടെ ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാകാറുണ്ടെന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിലൊരു വ്യക്തിയാണ് മഴവിൽ മനോരമയിലെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന പരിപാടിയിലൂടെ വൈറലായി മാറിയ സുധിമോള്. സുധിമോളെ ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവർക്കും സുധിമോളെ അറിയാം എന്നുള്ള കാര്യം ഉറപ്പാണ്. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് സുധിമോളുടെ യഥാർത്ഥ ജീവിതം എന്താണ് എന്ന് മഴവിൽ കേരളം നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് സുധിമോളുടെ ജീവിതം പോകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടിയാണ് ഞങ്ങളിപ്പോൾ സുധിമോളുടെ നാട്ടിലെത്തിയിരിക്കുന്നത്. സുധിമോളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത്. നമ്മൾ ഈ പോകുന്ന വഴി മുഴുവനും ചെളി നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പം എപ്പോൾ വേണമെങ്കിലും നമ്മളൊന്ന് കുഴിഞ്ഞ് താഴോട്ട്, നമ്മുടെ കാല് കുഴിഞ്ഞ് താഴോട്ട് പോയേക്കാവുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടിയും അതുപോലെ തന്നെ നമ്മളെ വളരെയധികം സന്തോഷത്തോടു കൂടിയും മാത്രം എപ്പോഴും നോക്കിക്കാണുന്ന സുധി ചേച്ചിയുടെ വീടാണത്. അവിടെയാണ് 3 മക്കളും ഭർത്താവും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ കുടുംബവും ഒക്കെയായി സുധി ചേച്ചി താമസിക്കുന്നത്. ഇവിടെ നമുക്ക് കുറേ അധികം ബക്കറ്റുകളിൽ വെള്ളം പിടിച്ചു വെച്ചിരിക്കുന്നത് കാണാം. ഈ ബക്കറ്റുകളിലെ വെള്ളത്തിൻ്റെ ആ ഒരു ശുദ്ധത കണ്ടാൽ തന്നെ അറിയാം, കുടിക്കാൻ വേണ്ടിയിട്ടും മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും പിടിച്ചു വെച്ചിരിക്കുന്ന വെള്ളമാണ്. കാരണം ഇവിടെയുള്ള വെള്ളം ഇത് പഞ്ചായത്തിലെ വെള്ളമാണ്. ഇവിടെയുള്ള മറ്റു വെള്ളങ്ങളൊന്നും നമുക്ക് യൂസ് ചെയ്യാനോ ഒന്നും പറ്റില്ല. 2-3 കുഞ്ഞുങ്ങൾ അതിനുണ്ടായതിൻ്റെ ആദ്യ ജീവിതമൊക്കെ പറയുമ്പോൾ ഞങ്ങൾ കരഞ്ഞു പോകും. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ആങ്ങളയുടെ മരുമകളായിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ അവരങ്ങനെ കുടുംബം ഇല്ലാത്ത ഒരു രീതിയിലാണ് ഇപ്പോഴും ജീവിക്കണം. ആ അരികിൽ പിറകെട്ടി കിടക്കുകയാണ്. അവരുടെ വീടിൻ്റെ അരികിൽ തന്നെയാണ് പിറകെട്ടി ജീവിക്കണം. അതിലും അവരെ കിടത്തി പൊറിപ്പിക്കില്ല. എല്ലാം പണി പെടുക്കും കേട്ടോ. അത് കാരണം ഒരാളുടെ മുമ്പിൽ തോക്കയില്ല. അത് തെങ്ങി കയറാൻ പോകും. നാളെ ഞങ്ങളൊക്കെ തൊഴിലുറപ്പിന് പോകുമ്പോൾ അവിടെ വരും. ആ കൊച്ചിനെയൊക്കെ ഞാൻ നോക്കിക്കൊണ്ട് അവൾ തൊഴിലുറപ്പെടുത്തിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ഇതിന്. പിന്നെ ഞങ്ങളുടെ ഇതിലുണ്ട്, അയൽക്കൂട്ടത്തിലുണ്ട്. അങ്ങനെ പല ഏത് പണി എന്തും കിളക്കാൻ പോകണമെങ്കിലും വെട്ടാൻ പോകണമെങ്കിലും എല്ലാത്തിനും നല്ല തകർപ്പ് പെങ്കൊച്ചാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അവളോട് സ്നേഹം. പക്ഷെ ഇതിൻ്റെ അവസ്ഥ ഇതാണ്. ഞങ്ങൾക്കൊക്കെ ഈ ഉപ്പ് ചെള്ളയിലാണെങ്കിൽ ഒരു കുഞ്ഞു പേരെ വെച്ച് സമാധാനമായിട്ട് കയറി കിടക്കുക. അതിനും പോലും അപ്പുറത്ത് അച്ഛനും അമ്മയും താമസിക്കാനാണ്. ഇപ്പുറത്ത് അവൻ നിങ്ങളൊരു കുഞ്ഞു പേരെ വെച്ച് കെട്ടിയേക്കണം. ആത്മഹത്യക്കൊക്കെ പല പ്രാവശ്യവും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ആ കുഞ്ഞുങ്ങളുടെ ഭാഗ്യം കൊണ്ട് മറ്റേ രക്ഷപ്പെട്ടു വന്നതാണ്. പോന്ന് ഇപ്പോൾ അവൻ എവിടെയെങ്കിലുമൊക്കെ എന്നാൽ ഇപ്പോൾ അവനും പണിയേണ്ട അവക്കും പണിയേണ്ട. ഇതൊന്നും മനസമാധാനമാണ് കൊച്ചെ എല്ലാത്തിലും വലിയ കാര്യം. അതില്ലെങ്കിൽ ഈ എന്ത് പണിയുണ്ടായിട്ടും കാര്യമില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ പരിപാടിയിലേക്ക് പുള്ളി എങ്ങനെ പോയെന്നറിയാൻ പറ്റില്ല. എൻ്റെ കൂട്ടത്തിലെ വഴക്കേക്കര തൊഴിലുറപ്പിന് വന്നതാണ്. അവിടെ എങ്ങാനും വന്നാണ് ഇതിൽ കൂടിയത്. അങ്ങനെ കൂടി പുള്ളി അങ്ങനെ പോയി. ഇപ്പം അതിലൂടെ അവൾ രക്ഷപ്പെടും അമ്മയെന്ന് പറയണുണ്ട് എപ്പോഴും. ചേച്ചിയുടെ വീട് ഒരുപാട് താന്നാ കിടക്കുന്നത്. അപ്പം അത് വേണ്ട രീതിയിലുള്ള അടച്ചുറപ്പും കാര്യങ്ങളൊന്നും ആ വീടിനില്ല. അപ്പോൾ ഈ സ്ഥലത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഇഴജന്തുക്കളുടെ ഒക്കെ ശല്യങ്ങൾ വളരെ കൂടുതലാണ്. അപ്പോൾ ആ വീട്ടിലേക്ക് ഇതുപോലുള്ള ഇഴജന്തുക്കളൊക്കെ കയറാനുള്ള സാഹചര്യങ്ങളുണ്ടോ? ഉണ്ട്. ഇഴജന്തുക്കളൊക്കെ അതിനകത്ത് നിരച്ച് കയറും. കുഞ്ഞുങ്ങളൊക്കെ ഇട്ടെന്നോ അതിനകത്ത് ആളുള്ളപ്പോഴേ അങ്ങനെ ഇഴജന്തുക്കളൊക്കെ കയറും. അപ്പം ഞങ്ങൾ പറയണത് എന്താണെന്ന് അവർക്ക് എവിടെയെങ്കിലും ഈ ഇതിനകത്തുനിന്ന് കൊണ്ടുപോയിട്ട് ഞങ്ങളൊക്കെ ഇനിയിപ്പോൾ ഇതിനകത്ത് കിടന്ന് ചത്താലും വേണ്ടിയില്ല. എവിടെയെങ്കിലും ആ കരപ്പേട്ട് മാറി 2 സെൻറ്റ് സ്ഥലം കൊടുത്ത് ആരെങ്കിലും ഒരു പിര വെച്ച് കൊടുത്ത് ആ കുഞ്ഞുങ്ങളും അവളും കൂടി അതിൽ മനസ്സമാധാനമായിട്ട് ജീവിക്കണമെന്നുള്ള ഒരു പ്രാർത്ഥന ഞങ്ങൾക്കുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത്രയും സങ്കടകരമായ കാര്യങ്ങളാണ് നമ്മളുടെ കണ്ണുമുമ്പിൽ സുധീനെ പറ്റി കാണുന്നത്. പക്ഷെ സുധി അത് ഞങ്ങളുടെ മുമ്പിലൊക്കെ അവതരിപ്പിക്കുമ്പോൾ ചിരിച്ചും കളിച്ചും അങ്ങനെയൊക്കെ നടന്ന് അവരെല്ലാം അവതരിപ്പിക്കണത് കാണുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സ്നേഹം അവളോടുണ്ടാവും. ഇത്രയും വിഷമം ഉള്ളിൽ കൊണ്ടു കിടന്നിട്ടും അത്
പുറത്ത് കാണിക്കാതെ ഇങ്ങനെ അഭിനയിച്ച് നടക്കണോണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അവളോട് വളരെയേറെ സന്തോഷമുണ്ട്. ആരെങ്കിലും 2 സെൻറ്റ് സ്ഥലം മേടിച്ച് കൊടുക്കണേ, അവിടെ 3 കുഞ്ഞുങ്ങളായിട്ട് അവൾ സമാധാനമായിട്ട് ജീവിക്കണമെന്നും ഞങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കണ കാണണമെന്ന് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളൊക്കെ ഇനി ഇതിനൊന്നും കുട്ടികളെ ഏറ്റവും കൂടുതൽ ഈ പരിസരത്ത് വന്നതിൽ ഏറ്റവും കൂടുതൽ ഉപകാരം ഞാൻ ചെയ്തിട്ടുണ്ട് അവൾക്ക്. അതിന് സുധീനെ നിങ്ങൾ മക്കൾ കാണുമ്പോൾ എപ്പോഴെങ്കിലും ചോദിച്ചു നോക്കാം, തെക്കേൽ അമ്മച്ചി ഇങ്ങനെ പറഞ്ഞല്ലാന്ന്. വന്ന കാലം മുതലേ അങ്ങനെയാണ്. വന്ന് ഇവൻ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നപ്പോൾ തുടങ്ങിയ ഒരു ചെറിയ കൊച്ചു ഞരമ്പ് പോലെ ഒരു കൊച്ചായിട്ടാണ് ഇവിടെ വന്നത്. വണ്ണമൊക്കെ വെച്ച് ഇന്നാളാണ് ഈ ഇളയ കൊച്ചിനെ പ്രസവിച്ച് കഴിഞ്ഞിട്ടാണ് ആ ശരീരം വെച്ചത്. അതിക്ക് മുമ്പേക്ക് ഇങ്ങനെയാണ് ഇരുന്ന് വെച്ചത്. അപ്പോൾ ഞങ്ങൾ അന്നത് കാണാൻ തുടങ്ങിയെങ്കിൽ ഇന്നിപ്പോൾ ഞങ്ങൾക്ക് അവൾ അങ്ങനെയൊക്കെ വന്ന് ഈ ചാലിൽ കയറിയപ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഇപ്പം ചില സമയത്തൊക്കെ അവൾ ഇരുന്ന് ഇവിടെ നിന്നൊക്കെ കരയണതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഓർക്കണേ എന്താണ്, ആരായിട്ടെങ്കിലും അവളെ സഹായിക്കും, ആരായിട്ടെങ്കിലും സഹായിക്കുമെന്നും പറഞ്ഞ് ഒരു സന്തോഷം ഞങ്ങളുടെ മനസ്സിലുണ്ട്. അത് അതുപോലെ വന്ന് സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ ദൈവത്തിനോട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ, നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്ത് ശ്രദ്ധിച്ചായിരുന്നു, ഒരു വരമ്പ് പോലെയാണ് ഇങ്ങോട്ടേക്കുള്ള വഴി. വരമ്പാണ്. ആ വരമ്പ് ഇങ്ങോട്ട് വന്ന് ഞങ്ങള് ഇപ്പൊ കുഞ്ഞുങ്ങളായിട്ട് തന്നെ ബുദ്ധിമുട്ടാണ്. ഒരുപാട് ഇഴജന്തുക്കളൊക്കെ അതിന്റെ ഉള്ളിൽ കയറി കിടക്കും. ഞങ്ങളൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ നോക്കിയാണ് പോകണം. വടി കൊണ്ട് ചിലപ്പോഴൊക്കെ അടിച്ചു ഓടിക്കുമ്പോൾ പാമ്പൊക്കെ കയറി കിടക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളായിട്ട് വരുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. പിന്നെ എന്താന്ന് വെച്ചാൽ കാണികനെയൊക്കെ തല്ലി ഓടിക്കും. ഈ പെട്ടെന്ന് തന്നെ ചേച്ചി ഉടൻ തന്നെ സ്വന്തമായിട്ട് വസ്തുവും വീടും ഒക്കെ വാങ്ങി രക്ഷപ്പെടുത്തേന്ന് നമുക്ക് അത് തന്നെ. അവക്ക് എങ്ങനെയെങ്കിലും ഒരു വീടും 2 സെൻറ്റ് സ്ഥലവും ആരെങ്കിലും മേടിച്ചു കൊടുക്കണേന്നും പറഞ്ഞ് ഞങ്ങൾ ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അത് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, രക്ഷപ്പെടട്ടെ അവൾ. നമുക്ക് ഇപ്പം നമ്മളൊക്കെ ഇത്രയും പ്രായമായി, ഇനി മരിക്കാൻ അധികം സമയവും ഇല്ല. എന്നാലും അവർ രക്ഷപ്പെടട്ടെ എന്നുള്ള ഒരു കാര്യത്തിൽ ദൈവത്തിനോട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെപ്പോഴും അതെ. ആരെങ്കിലും 2 സെൻറ്റ് സ്ഥലം മേടിച്ചു കൊടുത്ത് അവരതിനകത്തൊരു കൂര കെട്ടി ആ 3 കുഞ്ഞുങ്ങളായിട്ട് അവൾ ആ മനസ്സമാധാനമായിട്ട് അവൾ ജീവിക്കട്ടെ. അതിന് ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. നല്ലൊരു കുട്ടിയാണ്. അതിനെ പറ്റി നമുക്ക് വേറെ ഒന്നും പറയാനൊന്നുമില്ല. അവരുടെ ജീവിതവും നല്ലൊരു കഷ്ടപ്പെട്ട ഒരു ജീവിതമാണ് അവർ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ അവരുടെ എന്ന് പറഞ്ഞാൽ അവർ 3 കുട്ടികളായി ഇവിടെ അവന് കൊച്ചിലെ കൊണ്ടുവന്നാണ് ആ പെൺകുട്ടീനെ ഇവിടെ. അവരുടെ ജീവിതത്തിലൂടെ അവരെ പോകുന്നു. പിന്നെ ഇവിടുത്തെ പ്രദേശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ഈ കേരളത്തിൽ എവിടെ നോക്കിയാലും ഇതുപോലത്തെ ഒരു പ്രദേശം കാണാൻ പറ്റില്ല. അത്രയും വികസനങ്ങളുള്ളൊരു പഞ്ചായത്ത് കൂടിയാണിത്. ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഏറ്റവും നമ്പർ 1 പഞ്ചായത്താണ് അരൂർ പഞ്ചായത്ത്. അത്രയിലുള്ള ഈ വാർഡെന്ന് പറഞ്ഞാൽ 10ാം വാർഡാണ്. ഈ 10ാം വാർഡിലെ മെമ്പർ വിചാരിച്ചാൽ എന്തെങ്കിലും ഒരു പൊതുവഴി എന്നിട്ട് നമുക്ക് റോഡ് വേണ്ട, നടന്നു പോകാനുള്ള ഒരു പാത ഉണ്ടാക്കി കൊടുത്ത് 5-6 കുട്ടികൾ പഠിക്കുന്നതാണ്. വിദ്യാഭ്യാസമാണ് ഏറ്റവും വലുത്. ആ കുട്ടികൾ പഠിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ത്യാഗം സഹിച്ചാണ് പോകുന്നത്. അതിന് ഇവിടുത്തെ മെമ്പർമാരായാലും ഭരണാധികാരികളാണെങ്കിലും ആരും മുൻകൈ എടുക്കുന്നില്ല. അവരവരുടേതായ കാര്യങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പ്. ഇപ്പം തന്നെ മക്കൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മക്കൾക്ക് അത് മനസ്സിലായല്ലോ. അതാണ് ഇവിടെ സംഭവിക്കുക. എൻ്റെ മകളാണെങ്കിൽ SLC പരീക്ഷ വരെ എഴുതി. ഒരു സമയത്ത് ഞാൻ എടുത്തിട്ടാണ് അവിടെ ആ റോഡ് വരെ കൊണ്ടുപോകുന്നത് ആ കൊച്ചിനെ. ആ കൊച്ചിൻ്റെ യൂണിഫോം നനയരുതെന്ന് നമുക്കൊരു ഇതുണ്ടാവില്ല. ആ ഒരു ഇതിൽ നമ്മൾ അതിനെ എടുത്തുകൊണ്ട് വരെയാണ്. ഇപ്പോൾ ഈ സ്തുതിമോളെന്ന് പറഞ്ഞ കുട്ടിക്ക് അവർക്കും ഉണ്ട് 3 മക്കൾ. അതുങ്ങളും ഇവിടെ നിന്ന് നടന്നാണ് പോകുന്നത്. അത്രയും ത്യാഗം സഹിച്ചാണ് പോകുന്നത്. ഈ നമ്മുടെ ഈ കേരളത്തിൽ ഇങ്ങനത്തുള്ള പഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതൽ ത്യാഗം സഹിക്കുന്ന ഒരു പ്രദേശമാണ് ഇത്. അന്ന് ഏറ്റവും വികസനമുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണിത്, വാർഡുമാണിത്. പക്ഷേ ഇത് നമ്മളിങ്ങോട്ട് ആരും തിരിഞ്ഞു നോക്കുന്നില്ല. കുമ്പളങ്ങി നൈറ്റ്സിലെ സഹോദരങ്ങൾ താമസിക്കുന്ന തുരുത്തുണ്ടല്ലോ, ആ ഒരു തുരുത്ത് തന്നെയാണ് ഇവിടവും ഈ ഒരു പ്രദേശവും. ആരും നോക്കാനും കാണാനും ഒന്നുമില്ലാത്ത പ്രദേശം. ആരിൽ നിന്നും ഒരു സഹായവും ഒരിക്കലും എത്തിപ്പെടാൻ സാധ്യതയില്ലാത്ത പ്രദേശം. എപ്പോഴും തങ്ങളുടെ ജീവിതം ഇതാണ്, ഇതിനപ്പുറത്തേക്ക് തങ്ങൾക്കൊരു ജീവിതമില്ല, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല എന്ന ഒരു കാഴ്ചപ്പാടോട് കൂടി മാത്രമാണ് ഇവിടെയുള്ള ജനവാസികൾ മുന്നോട്ട് പോകുന്നത്. വരമ്പിന് ഇരുവശവും കാട് കയറിയ നിലയിലാണ്. ആ അവസ്ഥയിലൂടെ എന്തൊക്കെ ഇഴജന്തുക്കളുണ്ടോ ആ ഇഴജന്തുക്കളുടെ എല്ലാം ആക്രമണവും പ്രതീക്ഷിച്ച് എപ്പോൾ വെള്ളം കയറും എന്നുള്ള ഭയത്തോടു കൂടി തന്നെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. നമുക്കെല്ലാവർക്കും മഴ പെയ്യുമ്പോൾ ഒരു ആഹ്ലാദവും സന്തോഷവും ഒക്കെയാണ്. എന്നാൽ ഇവിടുത്തെ ജനവാസികൾക്ക് അങ്ങനെയല്ല. മഴ ഇവർ ഭയക്കുകയാണ്. എന്താണ് ഇനി ജീവിതം തങ്ങൾക്ക് തരാനിരിക്കുന്നത് എന്ന ആശങ്കയോട് കൂടി തന്നെയാണ് ഇവരെല്ലാം മുന്നോട്ട് പോകുന്നത്. എന്നാൽ
സുധിച്ചേച്ചി ഇനിയും നമ്മുടെ മുന്നിലേക്ക് എത്തും. തങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും ദുരിതങ്ങളെയും ഒരു പുഞ്ചിരിയോടുകൂടി വളരെ തമാശയോടുകൂടി നമ്മളോട് പങ്കുവെക്കുവാൻ വേണ്ടി. ഈ ഒരു അവസ്ഥയിൽ നിന്നും എന്തായാലും ഉടൻ തന്നെ സുധിച്ചേച്ചിയും ഒപ്പം തന്നെ ഈ പ്രദേശവാസികളും കരകയറട്ടെ എന്ന് വളരെയധികം ആത്മാർത്ഥതയോടുകൂടി തന്നെ പ്രാർത്ഥിക്കാം.